നമുക്ക് ദൈവത്തെ വീണ്ടും പാടി മഹത്വപ്പെടുത്താം. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി. ദൈവം നാം മഹത്വപ്പെടട്ടെ. ആമേൻ. സ്റ്റാൻഡപ്പ് ദയവായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ചേർന്ന് പാടി സ്തുതിക്കാം. ഈ പാട്ടിലൊരു വരി പറഞ്ഞു.
പാടാം. Thank you, Koes. Appreciate the wonderful song. നല്ലൊരു പാട്ടിനായി കൊയറിന് നന്ദി. Amen. Good morning, brothers and sisters. Such a joy to see the family of God being together today. എല്ലാവർക്കും സുപ്രഭാതം. ദൈവത്തിന്റെ ആ ഒരു കുടുംബം ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. And I'm sure this is the most wonderful time of the week that we meet together as a church. It really encourage each one of us. ഈ ആഴ്ചയിൽ ഈ ഒരു ദിവസം നമ്മളെ സഭ ഒരുമിച്ച് കൂടുന്നത് വളരെ സന്തോഷമുള്ളൊരു ആ ആഴ്ചയിൽ തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. I am reminded about the scripture says, never be tired of praying, never be tired of preaching the word. It's something that I take it myself, that I don't want to get tired of ever stop praying or even preaching the word. That's something that God has called me, and I'm sure all of us here, because we love God and we want to get encouraged and we want to grow in Him. പ്രാർത്ഥനയാലും അല്ലെങ്കിൽ നമ്മൾ വചനം പ്രസംഗിക്കാര്യത്തിൽ നമ്മൾ ഒരിക്കലും തളരരുത് എന്നുള്ളൊരു വചനമാണ് എപ്പോഴും എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്നത്. ഞാൻ വിളിക്കപ്പെട്ടത് അതിന് തന്നെയാണ്. അപ്പം നിങ്ങളും അതുപോലെ തന്നെയാണ് ദൈവത്തിനെ ആരാധിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അതിലൊരിക്കലും തളർന്നു പോകരുത്. I appreciate all the leaders, family of leaders. Really, it's wonderful that we had a great time being in Kottayam. That's a wonderful place that we went, and I really appreciate last 2 days. It was a great time. And I know many of you reached around 10:30, 11 o'clock, and some of you missed the train, and so many difficulty you face.
But praise God, I know we had a good time, and then we are here this morning again. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ കോട്ടയത്ത് വെച്ചിട്ടുള്ള KLC ലീഡേഴ്സ് റിട്രീറ്റിന് ഇവിടെ നിന്നുള്ള കുറച്ച് ലീഡേഴ്സിന് അവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. പലർക്കും തിരിച്ചു വരാൻ ചിലർ ലേറ്റായി 10 മണി 11 മണിക്കൊക്കെയാണ് എത്തിയത്. പക്ഷേ ഇന്ന് രാവിലെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി കാണുന്നതിൽ വളരെയധികം സന്തോഷം. Oh man, beautiful pictures, good picture, awesome. And thanks Raghu for your testimony. I'm amazed how God take care of your life. So many difficulties you have faced, so many accidents. Some of our job is not a secure job. Like we face different accidents because the kind of tool that we work regularly. രഘു ബ്രദറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം ആ ഷെയറിങ്ങിൽ, കാരണം നമ്മൾ പലരും ചെയ്യുന്ന ജോലികൾ അത്ര സുരക്ഷിതമല്ല, പക്ഷെ ആ സമയങ്ങളിലും നമ്മൾ ദൈവം കാത്ത് പരിപാലിക്കുന്നു. Amen. God is a God who take care of us. And I like how Raghu shared, he is very real. Whether he has a problem with me or problem with Ranjini, most of the time he'll take over Ranjini only. Sorry Ranjini, but one thing I really appreciate, he is being very real. So, amen. We love, that's our family. This is, we are not here to show off anything. We'll share our life. അവിടെ രഘുവിനോർത്ത് സന്തോഷമുണ്ട്. കാരണം എപ്പോഴും ഒരു റിയലായിട്ട് യഥാർത്ഥ മനുഷ്യനായിട്ടാണ് അവിടെ കാണുന്നത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയാറുണ്ടെങ്കിലും പക്ഷെ അത് അവിടെ താനായിട്ട് തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് അതൊക്കെ ഷെയർ ചെയ്യുന്നത്. Amen. And I'm happy how he connect with God, and everything he connect with God. That's something awesome. That's what our life need to be. Everything, whether a small thing or big thing, like we need to understand we are under the protection of God. ദൈവവുമായിട്ട് അദ്ദേഹം കണക്ട് ആകുന്ന കാര്യം നമ്മൾ എപ്പോഴും എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നമ്മൾ ദൈവവുമായിട്ട് നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിരിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. And this year that we are all focusing on that we need to be a witness to Christ. ഈ ഒരു വർഷം നമ്മൾ കേന്ദ്രീകരിക്കുന്നത് നമ്മളെല്ലാവരും ഓരോരുത്തരും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാകണമെന്നുള്ളതാണ്. Because that's what the first century disciples did. And because they were so convinced that Jesus is the Messiah, Jesus is the one who came to save the world, so they went around and witnessed him, even though there was a lot of persecution they have to face. ആ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആ ശിഷ്യന്മാരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. യേശുവാണ് ഞങ്ങളുടെ മിശിഹ, യേശുവാണ് ദൈവമെന്ന് അവർ ഓരോ സ്ഥലങ്ങളിൽ പോയി പ്രഘോഷിക്കുകയും അവർ വിശ്വസിക്കുകയും അതിനുള്ള ഓരോ പ്രതിസന്ധികളും പല പ്രശ്നങ്ങൾ അവർ നേരിട്ടെങ്കിലും അതിനൊന്നും വകവയ്ക്കാതെ അവർ അത് തന്നെയാണ് തുടർന്നു കൊണ്ടിരുന്നത്. So last 2000 years so many things happened. Christianity was attacked in different ways, but true Christian will stand up and witness him. ഈ കഴിഞ്ഞ 2000 വർഷത്തിന്റെ ഇടയിൽ ക്രിസ്ത്യാനികൾ പല രീതിയിൽ അവർ പ്രശ്നങ്ങൾ നേരിട്ടു, പല രീതിയിൽ അവർ ആക്രമിക്കപ്പെട്ടു. പക്ഷെ എന്നാലും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് യേശുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കും. So even today when we are here today together, our goal is to how to witness him, how to glorify our Lord Jesus. ഇന്ന് നമ്മൾ അവന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ എപ്രകാരമാണ് അവന്റെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്, എപ്രകാരമാണ് അവനെ മഹത്വപ്പെടുത്താൻ പോകുന്നത്. And each week or each day when you get up, we got to be amazed at the wonders that God has done. നമ്മൾ ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നമ്മൾ അത് ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. Because that's something that encourage us to praise him more. അവനെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. Genesis 1 verse 16. My title today morning, the wonders of God, the God of wonders. The God who we worship, he has done amazing wonders. ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത് നമ്മുടെ അത്ഭുതങ്ങളുടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അതാണ് നമ്മളിത് നോക്കുന്നത്. 16 ഉൽപ്പത്തി 1:16. അങ്ങനെ ദൈവം 2 വലിയ വിളക്കുകൾ ഉണ്ടാക്കി. അവൻ പകൽ ഭരിക്കാൻ വലിയ വെളിച്ചവും രാത്രിയിൽ ഭരിക്കാൻ ചെറിയ വെളിച്ചവും ഉണ്ടാക്കി. അവൻ നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. Amen. And this is the one scripture stand out Genesis. God made the sun, God made the moon, and then he says he made all of the galaxies.
അപ്പൊ ഇതിൽ കാണുന്നത് ദൈവം സൂര്യനെ ഉണ്ടാക്കി, ദൈവം മൂണിനെ ചന്ദ്രനെ ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ എല്ലാ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചു. You know, every time when we walk in the night and I just look at the stars, and then we could see, God, you made all these things. നമ്മൾ രാത്രിയിൽ നമ്മൾ ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, ദൈവമേ അങ്ങാണല്ലോ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. You know, in the morning when you get up, you see the bright sun coming up, and then you can see, wow, this is what my God made it, because He loves us so much, He created it in a beautiful way. നമ്മൾ രാവിലെ എണീറ്റ് സൂര്യനെ നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ദൈവമേ അങ്ങ് എനിക്കായിട്ട് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ അങ്ങ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. I know you can look into the full moon day when you look at, wow, how beautiful the moon is. Do you go through all these wonders when you see? Do you praise God? Do you think in your mind, my God is a God of wonder? ആ പൂർണ്ണ ചന്ദ്രനുള്ള ആ സമയത്ത് നമ്മൾ ഇറങ്ങി ചന്ദ്രനെ നോക്കുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണല്ലോ ഇത്, അങ്ങ് എത്രമാത്രം മനോഹരമായിട്ടുള്ള സൃഷ്ടികളാണല്ലോ ദൈവമേ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. Another amazing scripture and convict me is in Exodus 14 verse 13 and 14. പുറപ്പാട് 14-13 വാക്യങ്ങൾ. എന്നാൽ മോശ മറുപടി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഓടിപ്പോകരുത്, നിങ്ങൾ എവിടെയാണോ അവിടെ നിൽക്കുക, കർത്താവ് ഇന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് കാണുക. ഈ ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. നിങ്ങൾ ശാന്തത പാലിക്കുകയല്ലാതെ ഒന്നും ചെയ്യേണ്ടതില്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. So this is a very difficult time for Israelites. They left Egypt and then they saw Pharaoh and his army pursuing them, and in front of them was the Red Sea. ഇത് ഇസ്രായേൽക്കാർക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു. അവർ ഈജിപ്തിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ട് ആ വരുന്ന ടൈമിൽ അവരുടെ ഫ്രണ്ടിൽ ആ ചെങ്കടൽ, അവരുടെ പുറകിൽ ഫറവോന്റെ ഭടന്മാരുമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. So everyone was in fear. They have nothing. In front of them is a sea. If you jump in the sea, they will die. And then they come, look back and they see a huge army is coming to destroy them. ഓരോ വ്യക്തികളും വളരെ ഭയപ്പാടിലായിരുന്നു. കാരണം അവരുടെ പക്കലൊന്നുമില്ല. അവരുടെ ഫ്രണ്ടിലുള്ളത്, അവരുടെ മുന്നിലുള്ളത് ഒരു ചെങ്കടലാണ്. അതിലേക്ക് ചാടി കടന്നാൽ അവർ മരിക്കും. അവരുടെ പുറകിലുള്ളത് ഈ ഭടന്മാർ. Amen. So they start grumbling, they start questioning Moses. But what did Moses say? And Moses knew even at this difficult time, God is going to save them. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവര് ഇസ്രായേൽക്കാർ അവർ ചെയ്തത് അവര് പിറുപിറുക്കുകയും അവര് മോശനെ ചോദ്യം ചെയ്യുകയായിരുന്നു. പക്ഷെ മോശയ്ക്ക് വളരെയധികം ഉറപ്പുണ്ടായിരുന്നു, ഈ ഏത് ഘട്ടത്തിലാണേലും ദൈവം അവരെ സഹായിക്കുമെന്ന്. And then God divided the Red Sea, and the big wonder Israelites could see. തുടർന്ന് ദൈവം ആ ചെങ്കടൽ അവിടെ വിഭജിക്കുകയും അവിടെ ഇസ്രായേൽക്കാർക്ക് വലിയൊരു അത്ഭുതം അവിടെ കാണാൻ സാധിക്കുകയും ചെയ്തു. Amen. That's a miracle. Sometimes in our life we get stuck. Man, I don't know. I cannot go forward. I am stuck here and back. And then you will see the wonders. I'm sure many of you experience this kind of situation in your life, that you're stuck and then seeing God doing wonders. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇനി ഒരു കാര്യമില്ല, മുന്നോട്ട് ഇനി വിൽക്കുവാനായിട്ട് നമുക്ക് പറ്റത്തില്ല, പുറകോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, നമ്മൾ അവിടെ കുരുക്കിൽ പെട്ടിരിക്കുന്നത് പോലെ നമ്മൾ തോന്നും. പക്ഷെ അപ്പോഴായിരിക്കും ദൈവത്തിൻ്റെ അവിടെ അത്ഭുതം അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. Chapter 16, another wonders. 16-3 വരെയുള്ള വാക്യങ്ങൾ. Exodus 16, 3 and 4. 16-3 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിൽ വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടെ ഞങ്ങൾ മാസക്കലങ്ങൾക്ക് ചുറ്റും ഇരുന്ന് മതിയാവോളം ഭക്ഷണം കഴിച്ചു വന്നു. എന്നാൽ നിങ്ങൾ ഈ ജനസമൂഹത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഞങ്ങൾ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട് അരുൾ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആകാശത്തു നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് ചെന്ന് അന്നത്തേക്കുള്ളത് ശേഖരിച്ചു കൊള്ളണം. അവർ എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാൻ തന്നെ. Amen. So this is again, Israelites left Egypt. All that they have served
I know they had is everything is over. Now they are hungry. And they come and ask Moses, man, we ate meat and we had good food in Egypt. Now you have brought us here to die in this wilderness. അവിടെ ഇസ്രായേൽക്കാർ അവർ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയതിനു ശേഷമാണ് അവർക്ക് അവിടെ ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ അവർ പിന്നെയും അവിടെ മോശയോട് പിറുപിറുക്കുകയാണ്, ഞങ്ങൾ അവിടെ മാംസങ്ങൾ കഴിച്ചാണല്ലോ ഞങ്ങൾ ജീവിച്ചിരുന്നത്, ഇപ്പം ഞങ്ങൾ എന്താ പട്ടിണിക്ക് ഇട്ടേക്കുവാണോ? And they couldn't believe that God can provide food in wilderness. അവർക്ക് അവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ഈ മരുഭൂമിയിലും ദൈവത്തിന് അവർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുമെന്ന്. And then God told them, I am going to bring manna from heaven that they will gather as much as they want. അപ്പോഴാണ് ദൈവം പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തോളം നിങ്ങൾക്ക് ശേഖരിക്കാൻ തക്കവണ്ണം ഞാൻ അവിടെ മന്ന നിങ്ങൾക്കായിട്ട് അവിടെ വർഷിക്കുമെന്ന്. So this is wonders, like we cannot even think or imagine what is God is going to do when we are in a difficult situation. ഇതെല്ലാം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കാത്ത തരം അത്ഭുതങ്ങളാണ് ഇത്തരം ഈ സാഹചര്യങ്ങളിൽ ദൈവം ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുക കൂടി ചെയ്യാറില്ല. So brothers and sisters, why I'm sharing this one, I know many of us have get stuck in our life and see my life is in turmoil, chaos and problems. I do not know how to move ahead. Even at that time, you depend on God and you will see the wonders of God. ഇത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയും, നമ്മൾ പലരും ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ അവിടെ തടസ്സത്തിൽ നമ്മൾ നിന്ന് പോകാറുണ്ട്. പക്ഷെ ആ തടസ്സത്തിലും നമ്മൾ ദൈവത്തിനെ അവിടെ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് തരണം ചെയ്യാം എന്നാണ് നമ്മൾ കാണുന്നത്. Joshua chapter 10 verse 13. ജോഷുവ 10:13 അതിൽ പറയുന്നു, ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് തീരുവോളം സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രനും നിന്നു. ശൂരന്മാരുടെ ഗ്രന്ഥത്തിൽ ഇത് എഴുതിയിരിക്കുന്നുവല്ലോ, സൂര്യൻ ആകാശമധ്യേ നിൽക്കുകയും ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതിരിക്കുകയും ചെയ്തു. Amen. This is another wonder of God. And the Israelites was fighting with the big armies, and they have no time. They're getting dark, and they cannot, fight that time. So God has to do some wonders. What did God do? Bible says God made the sun still. And never before or after this miracle had happened. Because God loved them, God wanted to take care of them, God know how to protect them. ഇവിടെ സംഭവിക്കുന്ന ഇസ്രായേൽക്കാർ വലിയൊരു പടയനെ അവിടെ ആക്രമിക്കുകയാണ്, അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു സമയത്താണ് ദൈവം അവിടെ ആ സൂര്യനെ അവിടെ നിശ്ചലമാക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ ആ ഒരു അത്ഭുതം അവിടെ അവർക്ക് വേണ്ടതായിട്ട് വരുന്ന ഒരു ഘട്ടം തന്നെയായിരുന്നു അത്. And when we hear this kind of miracle, either you can doubt God or you can trust God. നമ്മൾ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ദൈവത്തിനെ അവിടെ സംശയിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാം. And the Bible stories are not just man-made stories. These are the real stories. This is the history. And then see that God, how God done this one. ബൈബിളിലെ ഓരോ കാര്യങ്ങളും അത് മനുഷ്യർ ഉണ്ടാക്കിയ കഥകളല്ല, അത് യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. But what is the most amazing wonder for me is about how God transformed lives. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന കാര്യമാണ്. Amen. How God transformed your lives and my life, and that's the greatest wonder for me. എങ്ങനെയാണോ എന്റെയും നിങ്ങളുടെയും ജീവിതം അവിടെ രൂപാന്തരപ്പെടുത്തുന്നത്, അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു അത്ഭുതം. So this is a passage I wanted to, all of us to read and study and understand today, and I pray that God will convict you. ഈ ഒരു വാക്യമാണ് എല്ലാവരും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. Mark chapter 1 verse 1 to 20 is a long passage. It's about a man who was demon possessed and how his life was. മാർക്കോസ് 5:1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇത് പിശാചിനാൽ ഭൂതബാധിതനായ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. 5:1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവർ കടലിന്റെ മറുകരയിലുള്ള ഗരസേനിയരുടെ ദേശത്തേക്ക് പോയി. യേശു വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദുരാത്മാവുള്ള ഒരു മനുഷ്യൻ ശവക്കല്ലറകൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നേരെ വന്നു. ഈ മനുഷ്യൻ കല്ലറയിലാണ് പാർത്തിരുന്നത്. ചങ്ങല കൊണ്ട് പോലും ആർക്കും അയാളെ ബന്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല.
പലപ്പോഴും അയാളുടെ കൈകാലുകൾ ചങ്ങല കൊണ്ടും വിലങ്ങ് കൊണ്ടും ബന്ധിച്ചിരുന്നുവെങ്കിലും അയാൾ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങ് ഉരുമിയൊടിച്ച് കളയുകയും ചെയ്തിരുന്നു. അയാളെ ആർക്കും കീഴടക്കുവാൻ കഴിഞ്ഞില്ല. രാവും പകലും കലറകൾക്കിടയിലും കുന്നുകളിൽ നിന്നും അയാൾ നിലവിളിക്കുകയും കല്ലുകൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു പോന്നു. യേശുവിനെ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ട് അയാൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എന്നോട് അങ്ങേക്ക് എന്ത് കാര്യം? ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്നെ പീഡിപ്പിക്കരുതേ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദുരാത്മാവേ, ഇവനിൽ നിന്ന് പുറത്തു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. പിന്നെ യേശു അയാളോട്, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു. അയാൾ ഉത്തരം പറഞ്ഞു. തങ്ങളെ ആ പ്രദേശത്ത് നിന്ന് പറഞ്ഞയക്കരുതെന്ന് അയാൾ യേശുവിനോട് കേണപേക്ഷിച്ചു. അടുത്തുള്ള കുന്നിൻ ചെരുവിൽ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ദുരാത്മാക്കൾ യേശുവിനോട്, ഞങ്ങൾ പന്നിയിലേക്ക് അയക്കണമേ, അവയിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചു. അദ്ദേഹം അവയ്ക്ക് അനുവാദം കൊടുത്തു. ദുരാത്മാക്കൾ പുറത്തു വന്ന് പന്നികളിൽ കടന്നു. 2000-ഓളം വരുന്ന ആ കൂട്ടം കുത്തനെയുള്ള മലഞ്ചെരുവിലൂടെ കടലിലേക്ക് പാഞ്ഞ് ശ്വാസം മുട്ടി ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവൻ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിൻപുറങ്ങളിലും ഇതറിയിച്ചു. സംഭവിച്ചത് എന്താണെന്ന് കാണുവാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഭൂതബാധിതനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ വിസ്മയഭരിതരായി. ഭൂതഗ്രസ്തനെ സംഭവിച്ചത് എന്ത് എന്ന് നേരിൽ കണ്ടവർ അത് ജനങ്ങളോട് പറഞ്ഞു. പന്നികളുടെ കാര്യവും അവർ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ യേശുവിനോട് തങ്ങളുടെ ദേശം വിട്ടു പോകുവാൻ അപേക്ഷിച്ചു. യേശു വഞ്ചിയിൽ കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തോടൊപ്പം പോകുവാൻ അനുവാദം ചോദിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നീ വീട്ടിലേക്ക് പോയി കർത്താവിനെ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നും നിന്നോട് എങ്ങനെ കരുണ കാണിച്ചുവെന്നും അവിടെയുള്ളവരോട് പറയുക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി യേശു തനിക്ക് ചെയ്തതെല്ലാം ദിക്കോപ്പൊലിയിൽ അറിയിച്ചു. ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. Amen. In the New Testament, especially in the Gospel, we see how so many people's lives transformed by Jesus' presence. ഈ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ആ സുവിശേഷങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് എപ്രകാരമാണ് പലരുടെയും ജീവിതം അവിടെ യേശു രൂപാന്തരപ്പെടുത്തുന്നു എന്നാണ്. And now Bible says across the lake, there's a place called Gennesaret. There's no Jews, mostly Gentile people, maybe very large, it says almost 10 cities. And what are the location known for? There is a cemetery, there's pigs, and then there is a demon-possessed man. അപ്പൊ ഇവിടെ കടലിനപ്പുറം ഗരസേന്യർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അവിടെ യഹൂദക്കാരില്ല. അവിടെ കൂടുതലും ഉള്ളത് വിജാതീയരാണ്. ഏകദേശം 10ഓളം നഗരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവിടെ എന്താണുള്ളത്? ഇതിൽ പറയുന്നത് ഒരു ശ്മശാനം ഉണ്ടായിരുന്നു, ഒരു ഭൂതബാധിതനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. The Jews will not go where there is pigs, because that is an unclean animal. They don't touch pigs. ഈ യഹൂദരെന്ന് പറയുന്നത് ഈ പന്നികളുടെ അടുത്തേക്ക് അവർ പോകത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അശുദ്ധമായിട്ടുള്ള ഒരു മൃഗമാണ്. Jesus is also a Jew. He was also a Jew, born as a Jew at that time. യേശുവും ഒരു യഹൂദനായിട്ടാണ് യേശു ജനിക്കപ്പെട്ടത്. The Bible says he went that place, and then we could see the situation meeting with the demon-possessed man. വചനം പറയുന്നത് യേശു ആ സ്ഥലത്തേക്ക് പോവുകയും പിന്നീട് ഈ ഭൂതഗ്രസ്തനായ മനുഷ്യനെ കാണുകയും ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും ചെയ്തു. Today 2 things we are going to focus on. First is a man with demon-possessed life. നമ്മൾ ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് പിശാച് നിറഞ്ഞ നമ്മുടെ ഭൂതഗ്രസ്തനായിട്ടുള്ള മനുഷ്യൻ. And how was his life? It says day and night he was crying, cutting himself. He was going through all kind of pain. അവന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അവൻ വളരെ പ്രയാസത്തിലായിരുന്നു. അവന്റെ ദേഹം തന്നെ കല്ലുകൾ കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു. And what did people around him do to him? അവന് ചുറ്റുമുള്ളവർ എന്താണ് ചെയ്തിരുന്നത്? To hold him and then tie him, put him there. അവനെ ചങ്ങലക്കിടുകയും അവിടെ കെട്ടിയിടുകയുമായിരുന്നു ചെയ്തിരുന്നത്. And then he saw Jesus. What did he tell Jesus also? അവൻ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് യേശുവിനോട് പറഞ്ഞത്? Son of God. He knew Jesus is the Son of God. He knew he is the Messiah. Why do you come
You come to torture me. അവൻ പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ, അവൻ അറിയാമായിരുന്നു യേശു ദൈവത്തിന്റെ പുത്രനാണ്. നീ എന്തിനാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്? എന്നെ വീണ്ടും മുറിവേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണോ? I know very often people think living a Christian life, going to Jesus, maybe I will not enjoy life. പലരും ചിന്തിക്കാറുണ്ട്, നമ്മളൊരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കില്ല. And a lot of time people don't come closer to Jesus. They think, oh, I'll lose all my happy life. So even this demon-possessed man, demon was controlling him. He thought if Jesus come, I won't enjoy life. പലരും വിചാരിക്കുന്നത് അവർ ദൈവത്തിലേക്ക്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവരുടെ സന്തോഷമുള്ള ഒരു ജീവിതം അവർക്ക് നഷ്ടപ്പെടേണ്ടി വരുമെന്നാണ്. ഈ ഭൂതഗ്രസ്തനായ വ്യക്തിയും അത് തന്നെയാണ് വിചാരിച്ചത്. ആ പിശാച് ബാധിച്ച അവനും പറഞ്ഞത് എനിക്ക് അവൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കില്ല എന്നാണ്. Maybe you might not be like this man today. Maybe other demons as in our life, you might think, I need this one. I need this particular thing, otherwise I will not enjoy life. ചിലപ്പോൾ നമ്മൾ ഇന്ന് ഈ ഭൂതഗ്രസ്തനെ പോലെ ആയിരിക്കത്തില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇത്തരത്തിൽ ഒരു പിശാചെങ്കിലും ഉണ്ടാകും. എനിക്ക് ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ എനിക്കത് ഒരിക്കലും മതിയാകത്തില്ല, എനിക്കിതില്ലാതെ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. No, maybe sexual sin, maybe other sin. You may not even think about, man, I can't live a life without this one. I will not be free from this one. ചിലപ്പോൾ ലൈംഗികമായിട്ടുള്ള പാപങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പാപങ്ങളായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നത് എനിക്കിതില്ലാതെ ഒരിക്കലും പറ്റത്തില്ല എന്നായിരിക്കും. Or demon will make you think you cannot ever be a person with free from anger or alcohol or anything. So demon will make you feel, I can't ever be free without this sin. This sin is good for me. അപ്പൊ പിശാച് നമ്മളെ കൊണ്ട് ചിന്തിക്കും, ഈ ഒരു നിനക്ക് ഒരിക്കലും നിന്റെ ദേഷ്യത്തിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നിന്ന് ഒരിക്കലും നിനക്ക് വിടുതൽ നിനക്ക് ഒരിക്കലും ലഭിക്കുകയില്ല എന്നായിരിക്കും പിശാച് നമ്മളെ കൊണ്ട് ചിന്തിക്കുന്നത്. So that's why he came. He was thinking Jesus is going to torture him. So why do you come to me? Torture my life. അവിടെ ഈ ഭൂതഗ്രസ്തനായ വ്യക്തിയും വിചാരിച്ചത് യേശു വന്നിരിക്കുന്നത് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്, തനിക്ക് കൂടുതൽ മുറിവേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന്. And you got to think about the situation. What I really liked about this passage, Jesus has come all the way to search for this one person. എനിക്കിതിൽ കൂടുതൽ കാണാനായിട്ട് സാധിച്ചതെന്ന് പറയുന്നത്, യേശു ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ടാണ് അത്രയും ദൂരം കടന്നു വന്നത്. And think about, nobody want him. Nobody really appreciate him. Everybody tried to tie him or somehow get rid of him. But Jesus come all the way to take care of him. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തികൾക്കും ഈ ഭൂതഗ്രസ്തനായ മനുഷ്യന് വേണ്ടായിരുന്നു. എങ്ങനെ ഇവനെ ഒഴിവാക്കാം എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ യേശുവിനെ കാണുമ്പോൾ യേശു അത്രയും ദൂരം കടന്നു വന്ന് ഈ ഭൂതഗ്രസ്തനായ മനുഷ്യന് വേണ്ടിയിട്ടാണ് അത്രയും ദൂരം കടന്ന് അവിടെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. So Jesus come for you and me. Maybe in the world nobody wants us, but Jesus come for you and me. യേശു ഇന്ന് വന്നിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ലോകത്തുള്ളവർക്ക് നമ്മളെ വേണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിന് ഇന്ന് നമ്മളെ ആവശ്യമായിട്ടുണ്ട്. The Bible says God doesn't want anyone to be perish, everyone to come to repentance and enjoy salvation. വചനം പറയുന്ന ദൈവം ഒരിക്കലും ഒരാളും നശിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെട്ട് അവന്റെ അടുക്കിലേക്ക് തിരികെ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. John 3:16 says God so loved the world and he loved everyone. He doesn't want anyone to perish. Jesus come for you and me. He come for you personally, brothers and sisters. യോഹന്നാൻ 3:16 പറയുന്നു, അവന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് നമ്മൾ ഒരാൾ നഷ്ടപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. So my own life, when I think about, man, there was a time I was demon possessed man. ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഒരു പിശാചിനാൽ നയിക്കപ്പെട്ടിരുന്ന ഒരു ജീവിതകാലം. Amen. I know that time I know all kind of sin. My life, when I think about happy life, means only when you fall into sin. ആ ടൈമിൽ പല പാപങ്ങളിലൂടെയും കടന്നുപോയി. ഞാൻ ചിന്തിച്ചിരുന്നത് ഈ പാപങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. I started working, I started getting money, and then my next thought, how to fall into more and more sin. എനിക്ക് ജോലി ലഭിച്ചു, അതിന്റെ ശമ്പളം ലഭിച്ചു, പിന്നീട് ചിന്തിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ പാപങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. Amen. I have my own room,
and in Bangalore. And then I was thinking, wow, praise God. No, I don't think praise God. I was enjoying myself, thinking about how I can fall into sin so that my life will be more happy. അവിടെ ബാംഗ്ലൂരിലൊരു റൂം കിട്ടുകയുണ്ടായി. അപ്പോൾ പിന്നീട് ചിന്തിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് കൂടുതൽ പാപത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. And that's the time I got an invitation. Somebody reached out me on the road and asked me to come to the church. ആ സമയത്താണ് ദൈവത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു വ്യക്തി എന്നെ കാണുകയും റോഡിൽ നിന്ന് കാണുകയും സഭയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത്. I was not searching for God. I was not thinking about I wanted to become a Christian. I want to live a godly life. When I started getting money, I was thinking about doing more and more sin. ഞാൻ അവിടെ ദൈവത്തെ അന്വേഷിക്കുകയല്ലായിരുന്നു. ദൈവികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്നുള്ളൊരു ആഗ്രഹവുമില്ലായിരുന്നു. എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങിയപ്പോൾ എങ്ങനെ എനിക്ക് ജീവിതം ആസ്വദിക്കാം, പാപത്തിലൂടെ എങ്ങനെ ജീവിതം ആസ്വദിക്കാം എന്നാണ് ചിന്തിച്ചിരുന്നത്. No, but that invitation has changed my life. Come to church, studying the Bible, that helped me to realize my sin and what kind of life that I'm living. പക്ഷെ ആ വചനം പഠിക്കുവാനുള്ള ഒരു ക്ഷണമാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റി മറിച്ചത്. ഞാൻ എപ്രകാരം പാപം നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നത് എനിക്ക് ശോധന ചെയ്ത് നോക്കാൻ സാധിച്ചു. Amen, brothers and sisters. I'm sure many of you are sitting here. I know your life, I know how Jesus came to your life and has changed your life. എനിക്ക് വളരെയധികം ഉറപ്പുണ്ട് ഇന്ന് നമ്മളിൽ ഇരിക്കുന്ന പലരും ഇത്തരത്തില് ദൈവം കടന്നു വന്നതിന് ശേഷം വന്ന മാറ്റം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. And a second point that I want to share about a Jesus-filled life. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യേശു നിറഞ്ഞ ജീവിതം. And you could see how his life was before Jesus in his life, and now you could see how his life. നമുക്ക് കാണാൻ സാധിക്കും യേശു വരുന്നതിന് മുമ്പും യേശു വന്നതിന് ശേഷവുമുള്ള അവന്റെ ജീവിതം. Even in between that demons said, don't destroy us. Please send into the pigs. അവിടെ പിശാചുക്കൾ വരെ പറയുകയുണ്ടായി, ഞങ്ങളെ നശിപ്പിക്കരുത്, ഞങ്ങളെ പന്നിയിലേക്ക് പോകുവാൻ അനുവദിക്കണം. Amen. Jesus said, go into the pigs. യേശു പറഞ്ഞാൽ നിങ്ങൾ പന്നിയിലേക്ക് പൊക്കോളൂ. Some of you might be even wondering, man, pavam pannigal. But Jesus is showing how people and a demon can destroy life. അവിടെ പക്ഷെ യേശു കാണിക്കുന്നത് എങ്ങനെയാണ് പിശാചുക്കൾക്ക് ഈ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ സാധിക്കുക എന്നാണ്. Just like it destroy pigs, it can destroy our life. എപ്രകാരമാണോ ഈ പിശാചുക്കൾ ആ പന്നിനെ നശിപ്പിച്ചത്, അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള കഴിവ് പിശാചുക്കൾക്ക്. And then you see the man become normal. He put the right clothes, sitting there normal, and everyone around him was wondering, wow, people couldn't believe this man can change and become an image of God. പിന്നീട് കാണുന്നത് ആ മനുഷ്യൻ സാധാരണ ഒരു വ്യക്തിനെ പോലെ ആവുകയും ആ വസ്ത്രങ്ങൾ ധരിച്ച് അവിടെ ഇരിക്കുകയും അവിടെ മറ്റുള്ളവർ അവിടെ ആശ്ചര്യപ്പെടുകയായിരുന്നു ഇവൻ സാധാരണ മനുഷ്യനെ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട്. And what did people tell? മറ്റുള്ളവർ എന്താണ് പറഞ്ഞത്? What did people tell Jesus? യേശുവിനോട് അവരെന്താണ് പറഞ്ഞത്? Go away. ഇവിടുന്ന് പോകണം. Maybe they were scared of Jesus is going to destroy their other business. Maybe some of them might have lost the pig business, and now they do not know what is going to happen again. They said, please leave. ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാകുക അവരുടെ കാര്യങ്ങൾ, അവരുടെ ആ ബിസിനസ് അവിടെ നഷ്ടപ്പെടുമെന്നായിരിക്കും. കാരണം ഒരു വ്യക്തിയുടെ ആ അദ്ദേഹത്തിന്റെ ആ പന്നികളാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അടുത്തിനി അവരുടെ എന്തെങ്കിലും ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അതെല്ലാം ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം അവർ പോകണമെന്ന് പറഞ്ഞത്. They didn't say, thank you Jesus taking care of this soul, taking care of this man. അവരൊരിക്കലും പറഞ്ഞില്ല ഈ ഒരു ആത്മാവിനെ രക്ഷിച്ചതിന് നന്ദി, അല്ല ഈ ഒരു വ്യക്തിനെ രക്ഷിച്ചതിന് നന്ദി എന്ന് അവരൊരിക്കലും പറഞ്ഞില്ല. And today who is concerned about next person? അപ്പൊ ഇന്ന് ആരാണ് മറ്റൊരു വ്യക്തിനെ പറ്റി ആകുലപ്പെട്ടിരിക്കുന്നത്? Amen. ആരാണ് വേറൊരാളെ കുറിച്ച് കരുതിക്കൊണ്ടിരിക്കുന്നത്? No one. Everyone is concerned about their own life. ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ അവരെ പറ്റിയിട്ടാണ് ആകുലപ്പെട്ടിരിക്കുന്നത്. So they told, please leave. And then demon possessed man also that I also go with you. I'll also come with you. അവിടെ നാട്ടുകാർ യേശുവിനോട് പോകാൻ പറഞ്ഞപ്പോൾ ഈ ഭൂതഗ്രസ്തനായ വ്യക്തി പറഞ്ഞു ഞാനും അങ്ങയുടെ ഒപ്പം വന്നോട്ടെ എന്നാണ് ചോദിക്കുകയായിരുന്നു. Amen. He was about to go. He wanted to go follow Jesus because in his life
one person showing love and kindness to him is Jesus. ഈ ഒരു വ്യക്തി യേശുവിനെ പിന്തുടരുവാനായിട്ട് തയ്യാറായിരുന്നു. കാരണം തൻ്റെ ജീവിതത്തിൽ തന്നെ അവിടെ കരുതുന്ന ഒരേ ഒരു വ്യക്തി യേശു ആയിരുന്നു. Amen. Sometimes in our life, nobody understands, brothers and sisters. You will see everyone saying bad about us and criticize and negative. When somebody shows kindness, that make a big difference in our life. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കിയില്ല എന്ന് വരും. അവർ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവർക്ക് അറിയാതെ വരും. പക്ഷെ എന്നാലും ഒരു വ്യക്തി ആണെങ്കിൽ ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും. You know, when you are really hungry and nobody understands, somebody offer you some food, make a big difference in your life. നമ്മൾ അവിടെ വിശന്നിരിക്കുകയാണ്, പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. അപ്പോഴാണ് ഒരു വ്യക്തി നമുക്കായിട്ട് അവിടെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് അവിടെ ഒരു മാറ്റം കൊണ്ടുവരും. And in my life, I've gone through hunger so much. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വിശപ്പില്ലാതെ ഞാൻ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. Amen. There are times I didn't have any food. Even in Bangalore days, and I was working, and before I get a job, hungry like anything, വിശന്ന് മുണ്ട് വലിച്ച് മുറുക്കി ഇരിക്കുമ്പം any friend offer me a tea or snack make a big difference. Thank you. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭക്ഷണം ഇല്ലാതിരുന്ന സമയങ്ങളുണ്ട്. ബാംഗ്ലൂർ കാലത്തായിരുന്നെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൂടി കഴിക്കാനുള്ള ഒരു സമയം ആ ഒരു അവസരം എനിക്കില്ലായിരുന്നു. അങ്ങനെ വിശന്നിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു സുഹൃത്ത് ഒന്നെങ്കിലും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടിയോ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അത് എനിക്ക് വലിയൊരു മാറ്റം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിന് അത് കൊണ്ടുവന്നിരുന്നത്. When I was sick in Bangalore and got an accident, nobody to take me to hospital. Brother came to my room and said, I want to take you to hospital. Thank you. ഞാൻ അവിടെ ബാംഗ്ലൂരിൽ വയ്യാതിരുന്ന ഒരു ടൈമിൽ എന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് ആണ് സഹോദരൻ വന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാം. When you are in pain, somebody show you kindness and attention, loving you, make a big difference. This demon-possessed man, nobody wanted him, nobody loved him, but Jesus showing attention, he feels so great. He said, can I come with you? നമ്മളൊരു വേദനയിലൂടെ പോകുമ്പോൾ ഒരു വ്യക്തി നമ്മളെ കരുണ കാണിക്കുകയും നമ്മളോട് സ്നേഹം കാണിക്കുകയും നമ്മളോട് അനുകമ്പ കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അതൊരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരും. അത്തരത്തിലാണ് ഈ ഭൂതഗ്രസ്തനായിട്ടുള്ള വ്യക്തി അവൻ്റെ ജീവിതത്തിൽ മറ്റാരും തിരിഞ്ഞു നോക്കാതിരുന്ന സമയത്താണ് യേശു അവനായിട്ട് കരുതുന്നതും. അപ്പൊ യേശുവിനായിട്ട് അവൻ്റെ ജീവിതം കൊടുക്കുവാൻ അവൻ അവിടെ തയ്യാറാവുകയായിരുന്നു. And what did Jesus tell him? യേശു എന്താണ് അവനോട് പറഞ്ഞത്? No. Go show to your family, your people, what God has done in your life. നീ വരണ്ട, പക്ഷെ നീ നിന്റെ സ്ഥലത്ത് പോയി നീ എന്താണ് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തത് എന്ന് അവരോട് പ്രഘോഷിക്കുക. What did Jesus tell him? Go witness what God has done in your life. യേശു എന്താണ് പറഞ്ഞത്? പോയി സാക്ഷ്യം വഹിക്കുക, നിന്റെ ജീവിതത്തിന് സംഭവിച്ച കാര്യം നീ സാക്ഷ്യം വഹിക്കുക. And what did this man do? He went around, they say, entire that city called 10 small town, and told everyone what God has done, what Jesus has done in his life. ആ വ്യക്തി എന്താണ് ചെയ്തത്? അവൻ പോയി അവന്റെ ജീവിതത്തിൽ കർത്താവ് എന്താണ് ചെയ്തത് എന്നുള്ളൊരു കാര്യം അവൻ നാട് മുഴുവൻ അവിടെ പ്രഘോഷിക്കുകയായിരുന്നു. Look like he is the first missionary to the Gentiles. ഇത് വിജാതിയർക്കായിട്ട് വന്ന ആദ്യത്തെ ഒരു മിഷണറി പ്രവർത്തകനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ കാണാം. We see after the resurrection, people went around all around the world, even Gentile city. But even when Jesus was alive, there was a missionary. This was a demon-possessed man. നമ്മൾ കാണുന്നുണ്ട് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പല അപ്പോസ്തലന്മാരും വിജാതിയരുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് യേശു ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വിജാതിയരുടെ അടുക്കലേക്ക് പ്രഘോഷിക്കാൻ വിട്ട ഒരു വ്യക്തിയായിരുന്നു. What changed this man's life? ഈ വ്യക്തിയുടെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവന്നത് എന്തായിരുന്നു? First of all, he could witness Jesus' love. ആദ്യമായിട്ട് അദ്ദേഹത്തിന് യേശുവിന്റെ സ്നേഹം അവിടെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. What going to change your life and my life when you see Jesus' life, Jesus' love? നമ്മളും യേശുവിന്റെ ആ സ്നേഹം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അവിടെ രൂപാന്തരപ്പെടും. So when you see Jesus' love, that changes your life.
നമ്മൾ എപ്പോഴാണോ യേശുവിന്റെ ആ സ്നേഹം കാണുന്നത് അപ്പോൾ മുതൽ നമ്മുടെ ജീവിതമാണ് മാറ്റം വരും. And second thing, he was grateful to Jesus. He went and told everyone what Jesus done in his life. രണ്ടാമത്തെ കാര്യം, അവൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു. യേശു എന്താണ് ചെയ്തത് എന്ന് അവൻ മുഴുവൻ പ്രഘോഷിക്കുവാൻ മാത്രം അവൻ നന്ദിയുള്ളവനായിരുന്നു. And if you are grateful to Jesus, you will talk to other people about Christ. നമ്മൾ ദൈവത്തോട് നന്ദി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് യേശുവിനെ പറ്റി സംസാരിക്കാൻ പോകത്തില്ല. But when you are grateful, you will tell about other people what Christ has done. പക്ഷെ നമ്മൾ കർത്താവിനോട് നന്ദിയുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നടത്തിയത് എന്നുള്ളതിനെ പറ്റി നമ്മൾ തീർച്ചയായും മറ്റുള്ളവരോട് പ്രഘോഷിക്കും. Now, the world that we live, showing love and care is very difficult. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ സ്നേഹവും കരുണയും കാണിക്കുന്ന വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. I know, as we heard in the communion, we don't even appreciate other people. നമ്മൾ ഇന്ന് കമ്മ്യൂണിയനിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ നന്ദി പറയുന്നില്ല എപ്രകാരം അവർ നമ്മളെ സഹായിക്കുന്നു. We try to look down on other people. നമ്മൾ മറ്റുള്ളവരെ താഴ്ത്തി കാണുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. And even sometimes when people don't have enough mind or even enough knowledge, or maybe they are little less, നമ്മൾ എന്ത് പറയും, ഓ അവൻ അത്ര ബുദ്ധിയില്ല. ചിലപ്പോൾ നമ്മൾ കളിയാക്കും, എന്താണ് അവന് 10 പൈസയുടെ കുറവുണ്ട്. And we can look around and criticize on other people. But when Jesus called you and me here to love people. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ നോക്കി നമുക്ക് വിധിക്കാം, കുറ്റം പറയാം. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരെയും ദൈവം കൂട്ടി വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. When you see somebody in a sin or in problems, നമുക്ക് വേണം അവരെ വിധിക്കാം. അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അവൻ്റെ പ്രശ്നം കൊണ്ടാണ്. But are you like Jesus, showing kindness to that person? ഇന്ന് നമ്മൾ യേശുവിനെ പോലെയാണോ, ആ വ്യക്തിക്ക് നമ്മൾ കരുണ കാണിക്കുന്ന, ആ സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണോ ഇന്ന് നമ്മൾ? So brothers and sisters, you got to look at today, there are two lives. One is demon filled life. ഇന്ന് രണ്ട് തരം ജീവിതമുണ്ട്. ഒന്നെന്ന് പറയുന്നത് പിശാചിനാൽ നിറഞ്ഞപ്പെട്ട ഒരു ജീവിതം. Amen. You will think about the sin, maybe the sin that you're struggling, you think about it more and more. You think, I can never come out of it, because that's what demons think. Coming to Jesus, you feel, man, I will waste my life. Jesus is going to torture my life. അവിടെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ പാപത്തിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കും, എനിക്കൊരിക്കലും ഇതിൽ നിന്ന് വെളിയിൽ വരുവാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം ശരിയായ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഞാൻ കൂടുതൽ പീഡനത്തിലേക്കായിരിക്കും പോകുന്നത്, എനിക്ക് ആസ്വദിക്കാൻ സാധിക്കത്തില്ല. ഇതെല്ലാം പിശാച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. Now, Christian life, only when you start living, you will enjoy the benefit. നമ്മളൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മളത് അനുഭവിച്ച് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കൂ. When you accept the authority of Jesus in your life, only then you enjoy the life. ആ ദൈവത്തിന്റെ അധികാരം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ ക്രിസ്തീയ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. But if you are an authority, I am the authority over my life, then you will never enjoy your life. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അധികാരമുള്ളവൻ നമ്മളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കത്തില്ല. Amen. I mean Christian life. You don't enjoy Christian life. You are controlling your life. You are the authority. I want to do what I wanted. Then you will not enjoy Christian life. ആ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മളാണ് നയിക്കുന്നതെങ്കിൽ, നമ്മളാണ് അതിനെ കൊണ്ടുപോകുന്നതെങ്കിൽ, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കലും ക്രിസ്തീയ ജീവിതം നമ്മൾ ആസ്വദിക്കത്തില്ല. When you want to really enjoy Christian life, you got to say, I am under the control, under the authority of Jesus, and Jesus is my Lord. Only then you will see the Christian life being meaningful, and you will see what a beautiful, what a great life. ഒരു ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ, അത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തിലേക്ക് നമ്മൾ ആശ്രയം അർപ്പിക്കണം. അവൻ്റെ അധികാരത്തിന് കീഴിലാണ് ഞാൻ എന്നുള്ളൊരു ബോധ്യം വന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. 35 years back, I decided to study the scriptures that changed my life even till today. For me, the scriptures changed my life. Jesus worked in my life. Even there are things that I cannot change, I could see God showing me and God helping me.
35 വർഷത്തിന് മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു, വചനം പഠിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അതായിരുന്നു എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ദൈവം അവിടെ വചനം പഠിക്കുന്നതിലൂടെ അവിടെ മാറ്റുവാൻ സഹായിക്കുകയായിരുന്നു. So brothers and sisters, I know you hear messages every week, but today I want to encourage you to take the scriptures in your heart. I want to live a Jesus-filled life. നമ്മൾ ഓരോ ആഴ്ചയും പല മെസ്സേജുകളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഈ വചനങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുക. നമ്മുടെ ദൈവം യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു രൂപാന്തരം സാധ്യമാണ്. You bring the image of God in your life because God made you beautiful way. When you start obeying Jesus, and that's why Jesus come, you bring the image of God in your life, and that life is such a great life. ആ ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇന്ന് ദൈവം അവൻ്റെ ഛായയിലാണ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ ആ ഛായ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം തീർച്ചയായിട്ടും വരും. So thank you very much for hearing. God bless you. Have a great week. ദൈവത്തിന് മഹത്വം. ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ് അപ്പ്. ദയവായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഇത്ര മഹത്തായ സന്ദേശവും സ്നേഹവും നൽകിയ ദൈവത്തെയും നമ്മളെ ആത്മീയമായിട്ട് നയിച്ച നമ്മുടെ ദൈവദാസർക്കും നമ്മുടെ നന്ദി അറിയിക്കാം. താങ്ക് യു സജി ബ്രോ ആൻഡ് അക്ഷയ് ബ്രദർ. തീർച്ചയായിട്ടും നമുക്ക് യേശു നിറഞ്ഞൊരു ജീവിതം നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചേർന്ന് പാടി നമുക്ക് സ്തുതിക്കാം. ദൈവം നൽകുന്നതാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലത്. അതാണ് ഏറ്റവും നല്ല അനുഗ്രഹമെന്നും ഈ പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ വരികളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. നിന്റെ വരവ് വിളിക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനേ പ്രത്യാശകരനേ, നിന്റെ വരവ് വിളിക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിലുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിലുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്.
അജയ് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ തലമുറയായി ഞങ്ങളുടെ സംഗീതവും കോട്ടയും ഞങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമായ കർത്താവേ, ദൈവമേ, ഈ അനുഗ്രഹമായ പ്രഭാതകാലം ദൈവമേ അങ്ങേ പാടി സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും ദൈവമേ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് എത്ര പരിശുദ്ധനും ദൈവമേ അങ്ങ് എത്ര നീതിമാനും നല്ലവനുമാണ് ദൈവമേ. ദൈവമേ, ഞങ്ങൾക്ക് നല്ലൊരു ദൈവമേ വചനം കേൾക്കുവാൻ ദൈവം ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ദൈവമേ, എത്രമാത്രം ദൈവമേ അത്ഭുതമാണ് ദൈവമേ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമേ അങ്ങ് ചെയ്തിരിക്കുന്ന ദൈവമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ വന്നതിന് ശേഷവും ദൈവമേ അതിനു മുന്നേ ദൈവമേ ഉണ്ടായ ഒരു ജീവിതം എത്രമാത്രം ദൈവമേ ആണെന്ന് ദൈവമേ മനസ്സിലാക്കാൻ പറ്റി ദൈവമേ. ആ ദൈവമേ എത്രമാത്രം ദൈവമേ ഞങ്ങൾ അങ്ങയോട് ദൈവമേ കൂടെ ഇരിക്കണമെന്ന് ദൈവമേ മനസ്സിലാക്കാൻ പറ്റി ദൈവമേ. എത്രമാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു ദൈവമേ. ദൈവമേ, ലോകത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ദൈവമേ അത്ഭുതം എന്ന് പറയുന്നത് ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് തന്നെയാണ് ദൈവമേ കർത്താവേ. ആ ദൈവമേ വചനത്തിലൂടെ ദൈവമേ അങ്ങ് ഞങ്ങൾ കാണിച്ചു തരുന്നതിനോട് നന്ദി പറയുന്നു ദൈവമേ. ദൈവമേ, ആരൊക്കെ ദൈവമേ മറന്നാലും ദൈവമേ അങ്ങ് മറക്കില്ല ദൈവമേ കർത്താവേ. ഞങ്ങൾ എത്രയൊക്കെ ദൈവമേ പാപം ചെയ്താലും ദൈവമേ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുന്നവനാണ് ദൈവമേ കർത്താവേ. ഇന്ന് ആ പാപം നിറഞ്ഞ ജീവിതത്തെ മാറ്റി ദൈവമേ ആ ദൈവികമായ ജീവിതത്തെ ഞങ്ങൾ ഓരോരുത്തരിലും ദൈവമേ കൊണ്ട് നിറയ്ക്കുവാൻ ഞങ്ങൾ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അതാണല്ലോ ദൈവമേ അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ ദൈവമേ അങ്ങ് ദൈവമേ ഇവിടെ ദൈവമേ വന്നതും ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായതും കർത്താവേ. ഇന്ന് ദൈവമേ ഓരോ ദൈവമേ ഞായറാഴ്ച വരുമ്പോഴും ദൈവമേ ഞങ്ങൾ വചനങ്ങൾ കേൾക്കുന്നുണ്ട് ദൈവമേ. എല്ലാത്തിലും ദൈവമേ അങ്ങയുടെ കൂടെ ഇരിക്കുവാനാണ് ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത് ദൈവമേ. അങ്ങ് എത്രമാത്രം വലിയവനാണെന്നാണ് ദൈവമേ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവമേ. മറ്റാരൊക്കെ ദൈവമേ എത്രയൊക്കെ സ്നേഹിച്ചാലും ദൈവമേ അങ്ങയുടെ സ്നേഹം ദൈവമേ അത് എത്രമാത്രം വലുതാണ് ദൈവമേ. ഒരിക്കലും ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടുത്ത് വരത്തില്ല ദൈവമേ അത് ദൈവമേ. ഞങ്ങൾ ഇന്ന് അങ്ങയുടെ മുഖപ്രകാശത്തേക്കാണ് നോക്കേണ്ടത് കർത്താവ് ദൈവമേ. അങ്ങയുടെ വഴിയാണ് ദൈവമേ ഞങ്ങൾ പോകേണ്ടത് ദൈവമേ കർത്താവേ. ഇന്ന് ദൈവമേ ഇവിടെ കടന്നു വന്ന പ്രിയ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് ദൈവമേ ഈ വചനമൊക്കെ ദൈവമേ ഹൃദയത്തിലെടുക്കുവാൻ അങ്ങ് കൊടുത്ത ആ വിലയേറിയ ഭാഗ്യത്തിന് നന്ദി പിതാവേ. കടന്നു വരാത്ത പ്രിയ മക്കളെ ഈ സമയം ഓർക്കാണ് ദൈവമേ. അവർ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവമേ അങ്ങയുടെ നിറസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഈ സമയം ദൈവമേ ഞങ്ങൾ ദൈവമേ മീറ്റിംഗ് ദൈവമേ കഴിഞ്ഞ് ദൈവമേ കടന്നു പോകുമ്പോഴും ദൈവമേ പ്രിയ ബന്ധുവായിട്ട് ദൈവമേ ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സകലതും പ്രാർത്ഥന കേൾക്കുന്ന യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ.